ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കണ്ടോ, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ അഴുക്ക് പിടിച്ചിട്ടുള്ള ബാത്റൂമാണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ ബാത്റൂം ടൈലിലുള്ള കറുത്ത കറുത്ത പൊട്ടുകൾ പോലുള്ള കരിമ്പൻ തല്ലിയ പാടുകളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ മഞ്ഞ കറ പിടിച്ച ക്ലോസറ്റ്, ബാത്റൂമിൻ്റെ ടൈൽസ് എല്ലാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. എത്ര പഴക്കം ചെന്ന കറ പിടിച്ചിട്ടുള്ള ടോയ്ലറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ബാത്റൂമൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റുകളാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഇങ്ങനെ കുറച്ച് ടാബ്ലറ്റുകളൊക്കെ കാണും. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ 5-6 ടാബ്ലറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കുഴൽ കിണറുകളിലെയൊക്കെ വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ക്ലോസറ്റിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് ഒരു മഞ്ഞ കളറിലേക്ക് വരാറുണ്ട്. അത് മാറാനായിട്ട് ഈ ഒരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് നല്ലതാണ് കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്ത ടാബ്ലറ്റ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ. പൊടിയുപ്പ് എടുക്കരുത്, കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബാത്റൂമിൻ്റെ ആ ഒരു ബാഡ് സ്മെൽ മാറാനും അതുപോലെ വൈറ്റ് കളറിലുള്ള ക്ലോസറ്റും വാഷ് ബേസിനും നല്ല ആ ഒരു വെള്ള കളർ നിലനിർത്താനും വേണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോപ്പ് ലിക്വിഡ് വേണം. ഞാൻ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1/2 ലിറ്റർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലിക്വിഡ് ഡിറ്റർജൻറ്റ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. ഇനി ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും. ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ബാത്റൂം ക്ലോസറ്റും സ്റ്റീലിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ ഉപയോഗിക്കും. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ ഇത്. മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാവരുടെയും വീട്ടിലെല്ലാം ഇപ്പോഴും ഉണ്ടാവുന്നതാണ്. ചൂടോടുകൂടെ തന്നെ നമ്മൾ ഈ ലിക്വിഡ് ബാത്റൂമിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ക്ലോസറ്റിലും വാഷ് ബേസിനിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം തന്നെ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ച് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ബാത്റൂമിനുള്ളിലുള്ള സ്റ്റീലിൻ്റെ പൈപ്പുകൾ, ബാത്റൂം ഫിറ്റിങ്സുകൾ, അതുപോലെ തന്നെ കറ പിടിച്ചിട്ടുള്ള ടൈല്, വാൾ ടൈല് എല്ലാം തന്നെ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എവിടെയൊക്കെയാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഈ സൊല്യൂഷൻ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇത് ക്ലോസറ്റിലും വാഷ് ബേസിനിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അന്നേരം തന്നെ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ.
ബാത്റൂമിനുള്ളിലുള്ള സ്റ്റീലിൻ്റെ പൈപ്പുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ, അതുപോലെ തന്നെ കറ പിടിച്ചിട്ടുള്ള ടൈല്, വോൾ ടൈല് എല്ലാം തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എവിടെയൊക്കെയാണോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഈ സൊല്യൂഷൻ ചൂടോടുകൂടി ഒഴിച്ചതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വാഷ് ബേസിനിൽ നിന്നും ക്ലോസറ്റിൽ നിന്നുമൊക്കെ ഒരു ബാഡ് സ്മെൽ വരാറുണ്ടല്ലോ. ആ സമയത്ത് ഇതേപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. കണ്ടില്ലേ, കഴുകിയെടുത്തതിന് ശേഷമുള്ള നമ്മുടെ വാഷ് ബേസിനിൻ്റെ ആ ഒരു തിളക്കം. ഇനി നമ്മുടെ ബാത്റൂമിലെ ജനലിൻ്റെ താഴെയുള്ള ഈ വിൻഡോ സില്ലിൽ എത്രത്തോളം പൊടിയും അഴുക്കും പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. സാധാരണയായി ബാത്റൂമിൽ വെള്ളം തട്ടുന്നതും ഈർപ്പം നിൽക്കുന്നതും കാരണം ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ പൊടിയും കറയും മാത്രമല്ല ചെറിയ ചെറിയ തുരുമ്പിൻ്റെ അടയാളങ്ങളും അഴുക്കിൻ്റെ പാടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ഈ ഭാഗമൊന്ന് നന്നായി തേച്ചൊരച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം അഴുക്കുള്ള ഭാഗത്തൊക്കെ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ ഉരച്ച് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകുമ്പോൾ തന്നെ അഴുക്ക് എത്രമാത്രം പോയിട്ടുണ്ടെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ. ഇതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൊല്യൂഷൻ വച്ച് കഴുകുകയാണെങ്കിൽ എപ്പോഴും പുതിയ വിൻഡോസില്ലായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലോസറ്റ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ച സൊല്യൂഷൻ കുറച്ചായിട്ട് നമുക്ക് ക്ലോസറ്റിലോട്ടും എല്ലാ ഭാഗത്തേക്കും നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബ്രഷ് വെച്ച് തേച്ചൊരച്ച് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ബ്രഷ് വെച്ച് നമുക്കിതൊന്ന് തേച്ചൊരച്ച് എടുക്കാം കേട്ടോ. നമുക്ക് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് തേച്ചൊരച്ച് കൊടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ കെമിക്കൽ മാത്രം ഉപയോഗിച്ച് ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാതെ ഇതുപോലുള്ള സൊല്യൂഷനുകളും വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ബാത്റൂമൊക്കെ ഫുൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ബാത്റൂം എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റി ടാങ്ക് പെട്ടെന്ന് തന്നെ നിറയുകയുമില്ല കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ക്ലോസറ്റിൻ്റെ അകവും പുറവും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വച്ചിട്ടാണ് തേച്ചൊരച്ച് കഴുകുന്നത്. നല്ല പോലെ ഞാൻ തേച്ചൊരച്ച് കഴുകിയതിന് ശേഷം നമുക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. എത്രമാത്രം നമ്മുടെ ക്ലോസറ്റ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാവുന്നതാണ്. അത്രയും തിളക്കം നമ്മുടെ ക്ലോസറ്റിന് കിട്ടിയിട്ടുണ്ട്. ഞാനിനി ടൈലും വോൾ ടൈലും കൂടിയാണ് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ടൈലുകളുടെ ഇടയിലുള്ള ആ ഒരു അഴുക്കുകളൊക്കെ പോവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മഞ്ഞ കളർ പോലെ വരുന്ന കരിമ്പൻ്റെ പാടൊക്കെ പോകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ. വെള്ള കളറുള്ള ടൈലുകളാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ എത്രമാത്രം നമ്മുടെ വോൾട്ടയിൽ ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പാണെങ്കിൽ നമുക്ക് ഇതിനും നല്ല പോലെ നമുക്ക് ക്ലീനായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ പൈപ്പല്ല, അതുകൊണ്ടാണ് ഇത്രത്തോളം, എന്നാലും നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ആദ്യം കണ്ട ടൈലിൻ്റെ നിറമല്ലല്ലോ, ഇപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല പോലെ തിളക്കം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ടൈലുകളും ഈ ഒരു സൊല്യൂഷൻ വച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ചൊരച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് തേച്ചൊരച്ചെടുക്കാം. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ചൊരച്ചെടുക്കാം. നമുക്ക് എത്രത്തോളം നമ്മുടെ ബാത്റൂമിൻ്റെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും പുതിയൊരു ബാത്റൂം പോലെ ആയിട്ടിരിക്കും. നിങ്ങൾക്കിവിടെ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ എത്ര മാറ്റം നമ്മുടെ ബാത്റൂമിന് വന്നിട്ടുണ്ടെന്ന്. അത്രയും അടിപൊളി ഒരു സൊല്യൂഷനാണ് ഇത്. എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും ഈ ഒരു സൊല്യൂഷൻ വെച്ച് കഴുകുകയാണെങ്കിൽ നല്ല ഒരു തിളക്കം തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ആ വെജും നോൺ വെജൊക്കെ കഴുകിയതിൻ്റെ ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ എണ്ണമെഴുക്കൊക്കെ കിച്ചൺ സിങ്കിൽ നിന്നും പൂർണ്ണമായും മാറും ഈ ഒരു സൊല്യൂഷൻ വെച്ച് കഴുകുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല്, ബ്ലോക്ക് ഇതൊന്നും ഉണ്ടാവില്ല ഈ ഒരു സൊല്യൂഷൻ വെച്ച് കഴുകുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിൽ ഓളും കൂടി അമർത്തി കൊടുക്കണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.